ഇടിഞ്ഞു താഴുന്ന ദേശീയപാത ആശങ്കയായി തെക്കൻ കേരളവും. വികസനത്തിന്റെ നാഴികക്കല്ലാണ് ദേശീയപാത 66 എന്ന് നമുക്കറിയാം. കൊല്ലത്തും ആലപ്പുഴയും നിർമ്മാണത്തിനിടെ അപകടം ശ്രദ്ധയിൽപ്പെടാതെ പോയോ? ഭൂപ്രകൃതിയും കാലാവസ്ഥയും പരിഗണിച്ചില്ല. കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും? പരിശോധിക്കാം വിശദമായി. ഞാൻ ആതിര. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ മലപ്പുറം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പലയിടത്തും റോഡ് ഇടിഞ്ഞു താഴുകയും വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തെക്കൻ കേരളത്തിലും ആശങ്ക ഉയരുകയാണ്. പാതയുടെ പല ഭാഗങ്ങളിലുമായിട്ടുണ്ടായ വിള്ളൽ, മണ്ണിടിച്ചിൽ, തകർച്ച എന്നിവയെല്ലാം തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അലംഭാവവുമാണ് വെളിച്ചത്തു കൊണ്ടുവരുന്നത്. മഴക്കാലം എത്തിയതോടെ ആശങ്കയുടെ വേഗതയും കൂടുകയാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റോഡിനെ സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ്. ഇവിടങ്ങളിൽ ഇതുവരെ കാര്യമായ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും പലയിടത്തും സർവീസ് റോഡുകളിലും പ്രധാന റോഡുകളിലും വെള്ളക്കെട്ടായി മാറി വാഹന ഗതാഗതം അതീവ ദുഷ്കരമാക്കുന്നുണ്ട്. പ്രധാന ജംഗ്ഷനുകളിൽ നിർമ്മിച്ച അടിപ്പാതയുടെ അപ്രോച്ച് റോഡുകൾ ഇരുവശത്തും കോട്ട കെട്ടി വേർതിരിച്ചതുപോലെയാണ്. 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് കോട്ടകൾ പോലെ റോഡ് കടന്നു പോകുന്നത്. കോട്ട പോലുള്ള പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലുമായി തീരെ വീതി കുറഞ്ഞ സർവീസ് റോഡുകളിൽ മഴ ശക്തി പ്രാപിച്ചതോടെ പലയിടങ്ങളിലും ഉയരപാതയുടെ ഇടയിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ച് താഴെ സർവീസ് റോഡിലേക്ക് പതിക്കുന്ന കാഴ്ച ഭീതി ഉളവാക്കുന്നതാണ്. 50 അടി വരെ ഉയരമുള്ള ഭാഗങ്ങളിൽ ഇരുവശത്തും കൂറ്റൻ ഇന്റർലോക്ക് കട്ടകൾ അടുക്കി അതിനു നടുവിൽ മണ്ണിട്ട് നികത്തി നിർമ്മിച്ച പാതയാണ് ആൾക്കാരിൽ ഭീതി ഉണർത്തുന്നത്. മലപ്പുറത്തടക്കം സംഭവിച്ച വലിയ അപകടങ്ങളെ തുടർന്നാണ് ഇങ്ങ് തെക്കും ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വികസനത്തിന്റെ നാഴികക്കല്ല് പരിശോധിക്കാം. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഏറെ മുന്നിലുള്ളതാണ് ദേശീയപാത 66. 6 വരിപ്പാത നിർമ്മാണം. കന്യാകുമാരി മുതൽ മുംബൈ പൻവേൽ വരെ നീളുന്ന പാത കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുഖോല കരോട് വരെയുള്ള 644 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത്. ഈ 644 കിലോമീറ്റർ 22 റീച്ചുകളാക്കി വിഭജിച്ചാണ് വിവിധ നിർമ്മാണ കമ്പനികൾക്ക് നൽകി വികസനം നടപ്പിലാക്കുന്നത്. ഇതിനി പൂർത്തിയാക്കാനുള്ള 17 റീച്ചുകളുടെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെങ്കിലും അതിനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണിപ്പോൾ. 2026 മെയ്യിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ പ്രധാനമായും ഈ വികസനമാണ് ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിടുന്നത്. കൊല്ലത്തും ആലപ്പുഴയിലും നിർമ്മാണത്തിനിടെ അപകടമുണ്ടായി. നിർമ്മാണത്തിനിടെ കൊല്ലത്തും ആലപ്പുഴയിലും ചെറിയ അപകടങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട്. ആലപ്പുഴ ബൈപ്പാസിലെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനിടെ കൂറ്റൻ ഗാർഡറുകൾ തകർന്നു വീണിരുന്നു. കൊല്ലത്ത് ആയത്തിൽ പൂരങ്കൽ തോടിന് കുറുകെയുള്ള പാലം നിർമ്മാണത്തിനിടെ 2 തവണയാണ് കോൺക്രീറ്റിംഗ് തകർന്നു വീണത്. കോട്ടയത്ത് ഉയരപാതയുടെ മുകളിലെ കൂറ്റൻ കോൺക്രീറ്റ് ഇന്റർലോക്ക് ഇളകി സർവീസ് റോഡിലേക്ക് വീണെങ്കിലും വാഹനങ്ങൾക്കോ ആൾക്കാർക്കോ അപകടം സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. മഴ ശക്തമാകുന്നതോടുകൂടി കോട്ടയം, പാരിപ്പള്ളി എന്നിവിടങ്ങളിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ടിലും ചെളിയിലും വലിയ വാഹനങ്ങൾ താഴ്ന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്നത് പതിവായിരിക്കുകയാണ്. രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിക്കുന്നുവെന്ന അവകാശവാദവുമായി രാജ്യത്തെ മുൻനിര കരാറുകൾ തന്നെയാണ് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസിനെ കേന്ദ്ര സർക്കാർ ഡീബാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയർ കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ നിർമ്മാണ രീതിയല്ല സ്വീകരിച്ചിരിക്കുന്നതെന്നും വേണ്ടത്ര പഠനം നടന്നിട്ടില്ല എന്നുമുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണുറപ്പില്ലാത്ത സ്ഥലങ്ങളിലും വയലുകളിലും നീരൊഴുക്കുള്ള ഇടങ്ങളിലൂടെയും പാത കടന്നുപോകുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറോ തൂണുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ വയഡക്ട് മാതൃകയോ പാത നിർമ്മിക്കണമെന്ന ആവശ്യം പലയിടത്തും പരിഗണിക്കപ്പെടാറില്ല. അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിർമ്മാണത്തെക്കാൾ 6 ഇരട്ടിയെങ്കിലും ചെലവ് അധികരിക്കും എന്നതുകൊണ്ടാണ് ഇത് പരിഗണിക്കാതെ ഇരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഭാരിച്ച ചെലവ് ഒഴിവാക്കാൻ അശാസ്ത്രീയ നിർമ്മാണത്തിന് തുനിഞ്ഞുവെന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ പാടങ്ങളിലെ ഉറപ്പില്ലാത്ത മണ്ണിന് മുകളിൽ ലോഡ് കണക്കിന് മണ്ണുയർത്തിയിട്ടപ്പോൾ താഴത്തെ മണ്ണ് താഴേക്ക് ഇരുത്തിയതാണ് മലപ്പുറം കൂരിയാട് ഭാഗത്ത് റോഡ് തകരാൻ കാരണമായത് എന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാത 66 കേരളത്തിന്റെ വികസന സാധ്യതകളെ മാറ്റിമറിക്കുമെങ്കിലും പാത പൂർത്തിയാകുമ്പോൾ ആയിരക്കണക്കിന് കച്ചവടക്കാരും വാണിജ്യ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാകും എന്നത് തീർച്ചയാണ്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ദേശീയപാതയ്ക്ക് ഇരുവശവും കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം വ്യാപാര സ്ഥാപനങ്ങളുള്ളത്. 45 മീറ്ററിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 6 വരിപ്പാതയുടെ ഇരുവശത്തും വീതി കുറഞ്ഞ സർവീസ് റോഡിന്റെ വശങ്ങളിൽ മാത്രമായി കച്ചവട സ്ഥാപനങ്ങൾ ഒതുങ്ങും. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇരുചക്ര വാഹനം പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതിനാൽ വാഹനങ്ങളിലെത്തുന്നവർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പ്രയാസം നേരിടും. കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാക്കുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളെയും അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന റോഡ് വികസനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലാകും വ്യാപാര വാണിജ്യ മേഖലകളെ ഏറ്റവും അധികം പ്രതികൂലമായി ഇത് ബാധിക്കുന്നത്. ആവശ്യത്തിന് നഷ്ടപരിഹാരം ലഭിച്ചുവെങ്കിലും റോഡ് വികസനം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയത്.
ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവും ആകുമെന്നതിൽ തർക്കമില്ല. പക്ഷേ മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്.